സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുവാനായി ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് 300-ലധികം പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു മടങ്ങി വരുമെന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. ആയതിനാൽ ഇതുറപ്പുള്ള കാര്യമാണ്, വിശ്വസിക്കുക. തിരുവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വചനങ്ങൾ സത്യമാണോ എന്നറിയുവാൻ മുൻപ് ഈ വചനങ്ങൾ കേട്ടിട്ടില്ലാത്തവർ വായിച്ചു നോക്കുവാൻ ശ്രമിക്കണം. ബരോവയിലുള്ള വിശ്വാസികൾ അപ്രകാരമായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുകയും അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചും പോന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു വചനം വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണിത്. അടുത്തതായി യേശു തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു വേദഭാഗം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. പ്രത്യാശ നൽകുന്ന ഈ തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഉപമ വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാർ വന്നു.
കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളെയാണ് പ്രിയരെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹ വിരുന്നിന് എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. പകുതി ആളുകളാണ് ആ മഹാദിവസത്തിൽ മണവാളനെ എതിരേൽപ്പാൻ തയ്യാറായിരുന്നത്. പകുതി പേർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. വാതിലടയുന്നു. ഒരുക്കമില്ലാതിരുന്നവർ പുറത്തായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരുന്ന ഈ 10 കന്യകമാർക്കും എന്തൊക്കെ വ്യവസ്ഥകളാണ് മണവാളനെ സ്വീകരിപ്പാനായി ആവശ്യമായിരിക്കുന്നത് എന്നൊക്കെ അറിയുമായിരുന്നു. എങ്കിലും അവർ ഒരുക്കമുള്ളവരായിരുന്നില്ല. മണവാളൻ വരുന്നു, എതിരേൽക്കുക എന്ന ആർപ്പുവിളിയുണ്ടായപ്പോൾ അവരിൽ 5 പേർ എണ്ണയില്ലാത്ത വിളക്കുമായി നിൽക്കുകയാണ്. പ്രിയരെ, പലരും വ്യക്തിപരമായ ഉത്തരവാദിത്തം നിഷേധിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നത് വിഡ്ഢികളായ കന്യകമാരെ പോലെ കടം വാങ്ങിയ വസ്തുവിലും കടം വാങ്ങിയ വെളിച്ചത്തിലും ജീവിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ഒരുക്കത്തിൻ്റെ വിളക്കുകൾ താഴെയിടാതെ അവയിൽ എണ്ണ നിറയ്ക്കുവാൻ നമുക്ക് ഉടൻ ആരംഭിക്കാം. യേശുവിൻ്റെ 2ാം വരവിൻ്റെ സമയത്ത് പ്രവചിക്കപ്പെട്ട സംഭവങ്ങൾക്കായി നാം താൽക്കാലികവും ആത്മീയവുമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. കൂടാതെ അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ള തയ്യാറെടുപ്പ് ദൃശ്യമാകാത്തതും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആത്മീയവുമാണ്. അതുകൊണ്ടാണ് രക്ഷകൻ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ വിളക്കുകൾ വെടിപ്പാക്കുകയും കത്തിച്ചും എണ്ണയുമായി എപ്പോഴും പ്രാർത്ഥിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്യുക. മണവാളൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഇതാ, ഞാൻ വേഗം വരുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഇനി കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മലാഖമാർ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. അപ്പസ്തോലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഈ കാര്യം ദേവദൂതന്മാർ സാക്ഷീകരിച്ചിരിക്കുന്നു. അടുത്തതായി, ആദിമ ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അവൻ മേഘാരൂഢനായി വരുന്നു എന്നെഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു എങ്ങനെയാണ് മടങ്ങി വരിക? അപ്രതീക്ഷിതമായി വരുമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വചനമൊന്ന് വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു വരും. അതായത് അപ്രതീക്ഷിതമായി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിന്നൽ പോലെ വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പോയതുപോലെ വരും എന്നെഴുതിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവൃത്തിയിലും ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുമെന്നരുളി ചെയ്തിരിക്കുന്നു. എല്ലാ കണ്ണുകളും അവനെ കാണും എന്ന് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വരവിങ്കൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. യേശുവിൻ്റെ വരവിങ്കൽ ഇന്ന് വരെ സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. യുഗങ്ങളായി ആർക്കും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന രഹസ്യങ്ങൾ വെളിപ്പെടും. ദൈവജനം അവരുടെ പൂർണ്ണ മഹത്വത്തിൽ പ്രവേശിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർക്കപ്പെടും. ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ യേശുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടും. സൃഷ്ടി അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയാകും. എല്ലാ ശത്രുക്കളും നശിപ്പിക്കപ്പെടും. സാത്താൻ ബന്ധിക്കപ്പെടും. ന്യായവിധി നടപ്പാക്കും. ഒരിക്കലും നശിപ്പിക്കപ്പെടാത്ത ഒരു രാജ്യം സ്ഥാപിക്കപ്പെടും. പ്രിയരെ,
കർത്താവായ യേശു ക്രിസ്തു ശക്തിയോടും മഹത്വത്തോടും പ്രത്യക്ഷനാവുമ്പോൾ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നീതിമാന് നീതിയും സമാധാനം നൽകുകയും ദുഷ്ടന്മാരെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ഒരു ദിവസം, ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ തേജസ്കരണവും, ഇതൊക്കെയും യേശുവിൻ്റെ വരവെങ്കിൽ സംഭവിക്കും. ആയതിനാൽ നമുക്ക് പ്രത്യാശയോടെ ഉത്സാഹത്തോടെ ആ ദിവസത്തിനായി കാത്തിരിക്കാം. ഈ ജീവിതം മനുഷ്യർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ തയ്യാറെടുക്കുന്ന സമയമാണ്. ഈ ജീവിതത്തിൻ്റെ ദിവസങ്ങളിൽ പുരുഷന്മാർ അധ്വാനിക്കുന്നു, സ്ത്രീകൾ അവരുടേതായിരിക്കുന്ന ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നു. തിരക്കേറിയ ഈ ജീവിതയാത്രയിൽ യേശുവിൻ്റെ വരവിനായി നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അവൻ വരുന്ന ദിവസം നാളെയാണെന്നറിയാമെങ്കിൽ നമ്മുടെ അകാല മരണത്തിലൂടെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്രതീക്ഷിത വരവിലൂടെയോ നാളെ നാം കർത്താവിനെ കണ്ടുമുട്ടുമെന്നറിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യും? പ്രിയരെ, നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയുള്ളതാകുന്നു എന്ന് പരിശോധിച്ചു കൊള്ളുക. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ, നാമധേയവിശ്വാസിയായി ജീവിക്കുന്നവർ, ജീവിതത്തിൽ പശ്ചാത്താപമോ മാനസാന്തരമോ ഇല്ലാതെ ജീവിക്കുന്നവർ, പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ച് സമർപ്പണമില്ലാതെ ജീവിക്കുകയാണോ? ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക നന്മകൾ ലഭിക്കുന്നതിനു വേണ്ടിയും ജോലി ലഭിക്കേണ്ടതിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമാണോ നിങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത്? ചിന്തിക്കുക, മാനസാന്തരപ്പെടുക, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലം വല്ലാത്തൊരു കാലമാണ്. സമാധാനം എടുത്തു കളയുന്ന ഒരു കാലഘട്ടം. ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അനേക മനുഷ്യരുള്ള കാലം. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനമാണിത്. നമുക്ക് യേശുവിൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനായി ഒരുക്കമുള്ളവരായിരിക്കാം, ഉത്സാഹമുള്ളവരായിരിക്കാം. ഈ വചനങ്ങൾ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുവിൻ. യേശു ക്രിസ്തു വേഗം വരുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.